ഹലോ മക്കളെ, ആർക്കനെക്സിൽ നിന്ന് നന്ദു സാറാണ്. അപ്പൊ നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഏതെല്ലാം, അതുപോലെ തന്നെ ഈ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഈ വർഷം SSLC ഈ വർഷം നമ്മൾ ജോഗ്രഫിയിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതാണ് പറയാൻ പോകുന്നത്. നമ്മൾ 9th ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്. 9th നിന്ന് 10th എത്തുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്രാവശ്യം കൂടുതൽ ജോഗ്രഫി പഠിക്കുന്നത് ഏകദേശം വേൾഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒട്ടാകെ ഒരു വേൾഡ് റിലേറ്റഡ് ടച്ചോട് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൊല്ലം അഥവാ SSLC-കാർക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സോഷ്യൽ സയൻസ് സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ഏകദേശം 80 മാർക്കിന്റെ ഒരു വലിയ സബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഒരു പകുതി ഭാഗം നമ്മൾ പഠിക്കാനുള്ളത് ജോഗ്രഫിയാണ്. അപ്പൊ ജോഗ്രഫി എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ അത് പറയുന്നത് പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 100% ഈ ഭാഗത്ത് നിന്ന് ചെയ്യാൻ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പൊ ഓരോ ചാപ്റ്ററുകളും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒക്കെ ഒരു ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ്. ഓരോ ചാപ്റ്ററിലും നമ്മൾ എന്തെല്ലാം പഠിച്ചാൽ കാര്യങ്ങൾ വേഗം പഠിച്ചു തീർക്കാൻ പറ്റും, അതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പോകുമ്പോൾ, ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പോകുമ്പോൾ വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. വെതർ ആൻഡ് ക്ലൈമറ്റിൽ നമ്മൾ വളരെ സിമ്പിൾ ആയി പഠിക്കുന്നത്, ഈ ഭൂമി ഒട്ടാകെ, ഭൂമിയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല വെതർ, അതുപോലെ തന്നെ ഒരേപോലെയല്ല ക്ലൈമറ്റ്. ഇതിനൊക്കെ ഉണ്ടാവാൻ മാറ്റങ്ങൾ ഏത്, ആ മാറ്റത്തിന് കാരണമായ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏത് എന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുന്നത് ക്ലൈമറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് ആണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഏകദേശം 8 ക്ലൈമറ്റിക് റീജിയൻ അഥവാ 8 ഭൂമിയുടെ പല ഭാഗങ്ങളിലുള്ള 8 ക്ലൈമറ്റിക് റീജിയനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൂടാതെ നിങ്ങൾ മറന്നു പോകാണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ചാപ്റ്ററിൽ നിന്നാണ് മാപ്പ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത്, ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇവിടെ പഠിച്ച 8 എണ്ണത്തിന്റെ അകത്ത് 2 ക്ലൈമറ്റിക് റീജിയൻ ഏതൊക്കെ വെച്ചാല്, ഭൂമിയുടെ മധ്യഭാഗത്ത് കാണുന്ന ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനും, അതുപോലെ തന്നെ ഭൂമിയുടെ മുകൾ ഭാഗത്ത് കാണുന്ന പോളാർ ഭാഗത്ത് കാണുന്ന തുണ്ട്ര ക്ലൈമറ്റിക് റീജിയനാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഇതാണ് ഈ തേർഡ് ചാപ്റ്റർ ഒട്ടാകെ 2 ക്ലൈമറ്റിക് റീജിയൻ വളരെ വിശദമായിട്ട് എന്ത് ചെയ്യാണ് പറയാന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൺസ്യൂമർ ആരാന്ന് മനസ്സിലാക്കുന്നു. കൺസ്യൂമർ വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, ആരാണോ സാധനം ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് അദ്ദേഹമാണ് കൺസ്യൂമർ. ഈ കൺസ്യൂമറിന് നമുക്ക് കുറെ റൈറ്റ് ഉണ്ട്, അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമറെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കൺസ്യൂമറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സോഷ്യലി നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കുന്ന ഭാഗമാണ് ഈ 4th ചാപ്റ്റർ എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ മണി ആൻഡ് എക്കണോമി എന്നാൽ എന്ത്, മണി പണവും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയും. ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പ്രധാനമായിട്ട് ഒന്നാണ് RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ ചാപ്റ്ററിൽ മുക്കാ ഭാഗത്തോളം നമുക്ക് RBIയും അതുപോലെ തന്നെ പല ബാങ്കുകളും പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത്, ഇത് പിന്നെയും ജോഗ്രഫി ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകിച്ചാൽ കാണാൻ നല്ല വലുപ്പാണെങ്കിലും പ്രധാനമായും 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. വോൾക്കാനിക്സ്, എർത്തുകേക്സ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഈ 6th ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി 7th ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നമുക്കറിയാം ഇന്ത്യൻ എക്കണോമി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല അല്ലെ. കുറച്ച് നമ്മൾ ദാരിദ്ര്യം നോക്കുകയാണെങ്കിലും അത് പോവേർട്ടി ഒക്കെ നോക്കുകയാണെങ്കിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ഒരു കാരണവശാലും, ഇൻ ദ ബേസ് ഓഫ് എക്കണോമിക് ബേസിൽ നോക്കുന്ന സമയത്ത്. അപ്പം അവിടെ എന്തുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല വ്യത്യസ്തമായുള്ള എക്കണോമി കാണിക്കുന്നു, ആ എക്കണോമി ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കണോമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാല്. ഇനി 8th ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് 8th ചാപ്റ്റർ ടുവേർഡ് സസ്റ്റൈനബിലിറ്റി എന്നാ പറയുന്നത്. ഈ ടുവേർഡ് സസ്റ്റൈനബിലിറ്റി വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ ചെറിയ ഷോർട്ടായിട്ട് വളരെ ചെറിയ കുറെ ഉത്തരങ്ങൾ പഠിക്കാം. ആ മിനറൽസ് അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ടുവേർഡ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഇത്രയാണ്. അപ്പൊ ഈ പ്രാവശ്യം ജോഗ്രഫിയിൽ നമുക്ക് ഏകദേശം 8 ചാപ്റ്റർ ആണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.